ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഗാസയുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിച്ച പുതിയ നയങ്ങൾ ആഗോള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഗാസ പിടിച്ചെടുക്കാൻ ഉദ്ദേശമില്ലെന്നും പകരം അവിടെ ഇസ്രയേലിന് ഭീഷണിയാകാത്ത ഒരു ജനകീയ ഭരണം സ്ഥാപിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നുമുള്ള അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ സമ്മിശ്ര പ്രതികരണങ്ങളാണ് ഉണ്ടാക്കിയത്. ഇസ്രയേൽ പലസ്തീൻ വിഷയത്തിൽ വർഷങ്ങളായി തുടരുന്ന പ്രതിസന്ധിക്ക് പുതിയ മാനം നൽകുന്ന ഈ പ്രസ്താവനകൾ യുദ്ധത്തിന്റെ ഭാവിയെക്കുറിച്ചും ഗാസയുടെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ചുമുള്ള ചർച്ചകൾക്കും തുടക്കമിട്ടു. നെതന്യാഹുവിന്റെ പുതിയ പദ്ധതിക്ക് പിന്നിൽ വ്യക്തമായ ചില തന്ത്രങ്ങളുമുണ്ട്. ഹമാസിന്റെ സൈനിക ശേഷി പൂർണ്ണമായും ഇല്ലാതാക്കി ഭാവിയിൽ ഇസ്രയേലിനെതിരെയുള്ള ഭീഷണികൾ ഇല്ലാതാക്കുക എന്നതാണ് ഇതിൽ പ്രധാനം. ഈ ലക്ഷ്യം കൈവരിക്കുന്നതിനായി അദ്ദേഹം മുന്നോട്ട് വെച്ച ഉപാധികൾ ഇതാണ്: ഹമാസ് ആയുധങ്ങൾ ഉപേക്ഷിച്ച് ബന്ദികളെ മോചിപ്പിക്കുക. ഹമാസ് തങ്ങളുടെ എല്ലാ ആയുധങ്ങളും ഉപേക്ഷിച്ച് തടവിലാക്കപ്പെട്ട ബന്ദികളെ ഉടനടി മോചിപ്പിച്ചാൽ യുദ്ധം ഉടനടി അവസാനിപ്പിക്കാം. ഇതൊരു അനുരഞ്ജനത്തിനുള്ള വാതിലായി തോന്നാമെങ്കിലും ഹമാസിനെ സംബന്ധിച്ച് ഇതൊരു കീഴടങ്ങലാണ്. തങ്ങളുടെ സൈനിക ശേഷി ഉപേക്ഷിക്കാൻ അവർ ഒരിക്കലും തയ്യാറായിക്കില്ല. ഗാസയുടെ അതിർത്തിയിൽ ഇസ്രയേലിന് സുരക്ഷ ഉറപ്പാക്കുന്ന ഒരു സൈനിക സുരക്ഷാ മേഖല സ്ഥാപിക്കുക. ഇത് ഗാസയിൽ നിന്നുള്ള ഭീഷണികളെ തടയാൻ ഇസ്രയേലിനെ സഹായിക്കും. എന്നാൽ ഇത് ഗാസയുടെ ഭൂമിശാസ്ത്രപരമായ സമഗ്രതയും പരമാധികാരത്തെയും ലംഘിക്കുന്ന നടപടിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഈ ഉപാധികൾ ഹമാസ് അംഗീകരിച്ചില്ലെങ്കിൽ അവരെ സൈനികമായി പൂർണ്ണമായും ഇല്ലാതാക്കും. ഇത് ഗാസയിലെ സൈനിക നടപടികൾ കൂടുതൽ രൂക്ഷമാകുമെന്നതിന്റെ സൂചനയാണ്. ഈ ഉപാധികൾ ഹമാസിനെ സൈനികമായും രാഷ്ട്രീയപരമായും പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ ഉള്ളതാണെന്ന് അന്താരാഷ്ട്ര നിരീക്ഷകരും വിലയിരുത്തുന്നു. ഇത് പലസ്തീൻ ജനതയെ അവരുടെ പ്രതിരോധ മാർഗങ്ങളിൽ നിന്നും ഒറ്റപ്പെടുത്താൻ ലക്ഷ്യമിടുന്നു. ഗാസയിലെ ജനങ്ങൾ പട്ടിണിയിലാണെന്ന ഗുരുതരമായ ആരോപണങ്ങൾ നെതന്യാഹു നിഷേധിച്ചു. ഹമാസ് മാധ്യമങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നും ഇസ്രയേൽ സുരക്ഷിത മേഖലകളിൽ ഭക്ഷണവും വെള്ളവും വൈദ്യസഹായം നൽകുന്നുണ്ടെന്നും അവർ അവകാശപ്പെട്ടു. യുദ്ധം തുടങ്ങിയതിനു ശേഷം 2 മില്യൺ ഭക്ഷ്യധാന്യങ്ങൾ ഗാസയിലേക്ക് കൊണ്ടുപോകാൻ ഇസ്രയേൽ അനുവദിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകളും ഐക്യരാഷ്ട്രസഭയും പുറത്തുവിട്ട റിപ്പോർട്ടുകൾ ഇതിന് വിരുദ്ധമാണ്. ഗാസയിൽ കടുത്ത ഭക്ഷ്യക്ഷാമവും മരുന്നുകളുടെ കുറവും രൂക്ഷമാണെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. യുദ്ധം കാരണം സാധാരണക്കാർക്ക് ആവശ്യമായ സഹായങ്ങൾ ലഭിക്കുന്നില്ലെന്നും ഇസ്രയേൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ ദുരിതങ്ങൾക്ക് ആക്കം കൂട്ടുന്നുണ്ടെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു. തെക്കൻ ഗാസയിലെ റാഫയിൽ ഇസ്രയേൽ നടത്തിയ സൈനിക നടപടികൾ സാധാരണക്കാരുടെ പലായനത്തിനും കാരണമായി. ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകൾ പ്രകാരം ഗാസയിലെ ജനസംഖ്യയുടെ വലിയൊരു വിഭാഗം കടുത്ത മാനസിക പ്രതിസന്ധിയിലാണ്. ഗാസ നഗരത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാനുള്ള ഇസ്രയേലിന്റെ നീക്കവും വർദ്ധിച്ചു വരുന്ന പട്ടിണിയും വെസ്റ്റ് ബാങ്കിലെ അടിച്ചമർത്തൽ നടപടികളും അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രയേലിന്റെ വിശ്വസ്തതയെ തകർത്തു. ഈ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ നെതന്യാഹുവിന് മുൻ പ്രതിരോധ മന്ത്രി യോവാവ് ഗാലന്റിനുമെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചു. ഇത് ഇസ്രയേൽ യുദ്ധക്കുറ്റങ്ങളും മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങളും നടത്തിയെന്ന ആരോപണങ്ങൾ ഗൗരവകരമാണെന്ന് തെളിയിക്കുന്നുമുണ്ട്. ഇസ്രയേലിന്റെ പരമ്പരാഗത സഖ്യകക്ഷികൾ പോലും നെതന്യാഹു സർക്കാരിനെ വിമർശിച്ചും രംഗത്തെത്തി. മുൻ പ്രതിരോധ മന്ത്രിയായിട്ടുള്ള യഹൂദ് ഓൾമർട്ട്, യഹൂദ് ബാരക്, പ്രമുഖ സാഹിത്യകാരൻ ഡേവിഡ് ഗ്രോസ്മാൻ തുടങ്ങിയവർ നെതന്യാഹുവിന്റെ നയങ്ങൾ രാജ്യത്തിന് ദോഷകരമാണെന്നും അഭിപ്രായപ്പെട്ടു. നൂറുകണക്കിന് വിരമിച്ച ഇസ്രയേലി സുരക്ഷാ ഉദ്യോഗസ്ഥർ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് യുദ്ധം അവസാനിപ്പിക്കാൻ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടത് ആഭ്യന്തരമായി നിലനിൽക്കുന്ന അതൃപ്തിയുടെ ആഴം വ്യക്തമാക്കുന്നു. ഗാസയിലെ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കാനുള്ള നീക്കങ്ങൾ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ശക്തമായി. കഴിഞ്ഞ സെപ്റ്റംബറിൽ ഫ്രാൻസ് ഈ വിഷയത്തിൽ മുൻകൈയെടുത്ത് പ്രഖ്യാപനം നടത്തിയതിന് പിന്നാലെ UK, കാനഡ, ജർമ്മനി, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളും ഇതേ പാതയിലാണെന്ന സൂചന നൽകി. എന്നാൽ പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നത് മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന ലോക നേതാക്കളുടെ ധാരണ തീർത്തും തെറ്റാണെന്ന് നെതന്യാഹു പറയുന്നു. ഇത് ആയുധങ്ങളുടെ നിർബന്ധമായ ഒഴുക്കിന് കാരണമാകുമെന്നും ഇസ്രയേലിന് പുതിയ ഭീഷണികൾ ഉണ്ടാകുമെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നതിന് മുൻപ് തന്നെ സുരക്ഷ ഉറപ്പാക്കണമെന്ന നിലപാടാണ് ഇസ്രയേലിനുള്ളത്. എന്നാൽ പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുക എന്നത് സമാധാനപരമായ ഒരു പരിഹാരത്തിലേക്ക് നയിക്കുമെന്നാണ് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പൊതുവായ നിലപാട്. ഇസ്രയേൽ സൈന്യം നടത്തുന്ന ആക്രമണങ്ങൾക്കും ഗാസയിലെ ജനങ്ങളുടെ ദുരിതങ്ങൾക്കുമെതിരെ ലോകമെങ്ങും പ്രതിഷേധങ്ങൾ ശക്തമായി. ബ്രിട്ടനിലെ ലണ്ടൻ, യൂറോപ്പിലെ വിവിധ രാജ്യങ്ങൾ, തുർക്കി, മലേഷ്യ, ചിലി, അർജന്റീന തുടങ്ങിയ രാജ്യങ്ങളിൽ ആയിരക്കണക്കിന് ആളുകളാണ് പ്രതിഷേധത്തിൽ പങ്കെടുത്തതും. ബ്രിട്ടനിൽ പ്രതിഷേധങ്ങളിൽ പങ്കെടുത്ത 466 പേരെ അറസ്റ്റും ചെയ്തു. ഈ പ്രതിഷേധങ്ങൾ ഗാസയിലെ പ്രശ്നത്തോടുള്ള ആഗോള ജനതയുടെ സഹാനുഭൂതിയും ഇസ്രയേലിനെതിരെയുള്ള ശക്തമായ വികാരവും പ്രതിഫലിപ്പിക്കുന്നു.
ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. ലോകമെമ്പാടുമുള്ള സർവകലാശാലകളിലും വിദ്യാർത്ഥികൾ ഇസ്രയേലിനെതിരെ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചു. ഇസ്രയേൽ ഹമാസ് സംഘർഷം ഒരു സൈനിക പോരാട്ടം എന്നതിലുപരി അത് ആഗോള രാഷ്ട്രീയത്തിലും മനുഷ്യാവകാശ രംഗത്തും വലിയ സ്വാധീനവും ചെലുത്തുന്നുണ്ട്. നെതന്യാഹുവിന്റെ പുതിയ നയങ്ങൾ ഈ വിഷയത്തിൽ ഒരു വഴിത്തിരിവാകുമോ അതോ സംഘർഷം കൂടുതൽ വഷളാക്കുമോ എന്നതും കണ്ടറിയേണ്ടിയിരിക്കുന്നു. അന്താരാഷ്ട്ര സമൂഹത്തിന്റെ സമ്മർദ്ദം ഇസ്രയേലിന്റെ നയങ്ങളിൽ മാറ്റം വരുത്തുമോ എന്നും ഉറ്റുനോക്കപ്പെടുന്നുണ്ട്. ഗാസയിലെ ജനങ്ങളുടെ ദുരിതങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാകുമോ എന്നതാണ് ലോകം ഉറ്റുനോക്കുന്ന പ്രധാനപ്പെട്ട കാര്യം.